ഇത് സേലം മാങ്ങ ഉണ്ടാ. സേലം മാങ്ങയില്ലേ, മാറ്റപ്പാടത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇതുണ്ടാ, ഇത് പുളി കുറവായിരിക്കും. അച്ചാറിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പുളിയില്ലാത്ത. പിന്നെ വേറൊരു സാധനം വാങ്ങിച്ചേട്ടാ ഞാൻ. ഇത് അവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഇത് എന്തിനായിട്ട് പേരെന്നറിയാൻ പാടില്ല. ഇത് ചേട്ടൻ്റെ മോൻ്റെ കൊച്ചുണ്ട്. ആ കൊച്ചിന് വാങ്ങിച്ചാണ് ഞാനത്. പോലെ എന്താ അവനോട് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണ മുളക് പൊടിയാണ് കേട്ടോ. ഇത് മുളക്, ഉണക്കമുളക് വറുത്ത് പൊടിക്കണം. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു മാങ്ങ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പം തന്നെ നമുക്ക് അരിഞ്ഞ് ഇതിടാൻ പറ്റും. ഇത് 1 കിലോ ഒക്കെ വറുത്ത് പൊടിച്ച് വെച്ചേക്കാം കേട്ടോ ഞാൻ. പിന്നെ ഇതിനകത്തേക്ക് ഉലുവ വറുത്ത് പൊടിക്കണം, പിന്നെ കായം വറുത്ത് പൊടിക്കണം. അത് LG കായത്തിൻ്റെ കട്ടയുണ്ടാണ് ഞാൻ ഇടാറ്. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനൊക്കെ. കായപ്പൊടി ഇടാറേ ഇല്ല അച്ചാറിൽ. പിന്നെ കടുക് വറുത്ത് പൊടിച്ചത്, പിന്നെ വേപ്പില ഇതിനകത്ത് ഞാൻ വറുത്ത് പൊടിച്ച് ചേർത്തില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പ്, അതായത് കല്ലുപ്പ് മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കണം കേട്ടോ. അത് തൂവി പിന്നെ ഏറ്റവും ലാസ്റ്റ് എണ്ണ, നല്ല പച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ദിവസം മൂടി വെക്കാം. മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇത് ഉപ്പും എല്ലാം കൂടി ഇതിനകത്ത് കിടന്ന് അലിഞ്ഞിട്ട് നല്ല കൊഴുത്ത ഒരു അച്ചാർ നമുക്ക് കിട്ടും. അത് കുഞ്ഞു കുപ്പികളിലാക്കി വെക്കാം. ഇത് വേഗം ചീത്തയായി പോകട്ടെ, ഇത് പച്ചയായതുകൊണ്ട്.